പുതുതായി നിയമിതയായ കാന്റർബറി ആർച്ച് ബിഷപ്പ് സാറ മുലാലി അടുത്ത മാസം വത്തിക്കാൻ സന്ദർശിക്കും. ഏപ്രിൽ 25 മുതൽ 28 വരെ റോമിൽ നടത്തുന്ന സന്ദർശനത്തിനിടെയാണ് ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാരോഹണത്തിന് പിന്നാലെ തന്നെ വത്തിക്കാനിൽ നിന്നുള്ള സന്ദേശം എത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ മുന്നേറട്ടെ, മറിയത്തിൻ്റെ മാതൃക പ്രചോദിപ്പിക്കട്ടെ എന്നതായിരുന്നു ലിയോ 14 മാർപ്പാപ്പയുടെ ആശംസകൾ. പ്രാർത്ഥനയും ആത്മീയ പിന്തുണയും ഉറപ്പു നൽകിയ മാർപ്പാപ്പ ക്രിസ്തീയ ഐക്യത്തിൻ്റെ പുതിയ അധ്യായം തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചു. അതിന് മറുപടിയായി ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചത് ആംഗ്ലിക്കൻ കുടുംബത്തിനുള്ളിൽ ഐക്യം വളർത്തുക മാത്രമല്ല, മുഴുവൻ ക്രിസ്തീയ സഭകളുടെയും സമ്പൂർണ്ണ ഐക്യത്തിലേക്കുള്ള യാത്രയിൽ പങ്കാളിയാകുക എന്നതാണ് തൻ്റെ ദൗത്യമെന്ന് വ്യക്തമാക്കി. സൗഹൃദവും പങ്കുവെക്കൽ ദൗത്യവും കൂടുതൽ ആഴത്തിൽ വളർത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്ന വാക്കുകൾ ലോകസഭകൾക്കിടയിൽ പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നു. ഏപ്രിൽ 25 മുതൽ 28 വരെ ആർച്ച് ബിഷപ്പ് റോമിൽ സന്ദർശനം നടത്തും. വത്തിക്കാനിൽ മാർപ്പാപ്പ ലിയോ 14 നേരിട്ടുള്ള കൂടിക്കാഴ്ചയും പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ കൂടിക്കാഴ്ച സാധാരണ ഒരു പ്രോട്ടോകോൾ സന്ദർശനം മാത്രമല്ല, ചരിത്രപരമായ ഒരു ആത്മീയ സംഭാഷണത്തിൻ്റെ തുടക്കമായി അത് വിലയിരുത്തപ്പെടുന്നു. ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന വിഭജനങ്ങൾക്ക് മുകളിൽ പാലം പണിയുവാൻ ശ്രമിക്കുന്ന ഈ പുതിയ ശ്രമം ഇന്നത്തെ ലോകത്തിന് ഏറെ ആവശ്യമായ ഒരു സന്ദേശം നൽകുന്നു. വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഐക്യം സാധ്യമാണ്. വിശ്വാസം വിഭജിക്കുന്നതല്ല, ബന്ധിപ്പിക്കുന്നതാണ്. കാന്റർബറിയിൽ നിന്ന് ആരംഭിച്ച ഈ ആത്മീയ യാത്ര റോമിൽ ഒരു പുതിയ അധ്യായം തുറക്കുമോ എന്ന് ലോകം കാത്തിരിക്കുകയാണ്.